അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളത് സർഫുഖാന്റെ കൂടെയാണ്. സർഫുഖ, നിങ്ങളടുത്ത് ഉരുട്ടി നടക്കാൻ പറ്റുന്ന ഒരു കറണ്ടിന്റെ പെട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ 1-2 വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ സത്യത്തില്? അതേതാണ്? എന്താ സംഭവം? ഇതാണല്ലേ? ഇതന്നെ എങ്ങനെ ഉരുട്ടി? ഏത് കുട്ടികൾക്ക് വേണേ അങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റും. ഇതെന്താ സംഭവം? എന്താണിത്? ഇതിന് പലരും എന്ത് ചെയ്യലുണ്ട്, AC ആണോ നോക്കലുണ്ട്. എനിക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് കണ്ടപ്പോ AC-യുടെ ഔട്ടർ യൂണിറ്റ് ആണെന്ന് വിചാരിച്ചു. ട്രോളി ആണോ ചോദിക്കലുണ്ട്, ട്രോളി ബാഗ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ട്രോളി ചോദിക്കലുണ്ട്. ശരിക്കും ഉരുട്ടി നടക്കുന്ന കറണ്ടിന്റെ ചെറിയൊരു പെട്ടിയാണ്. കറണ്ടിന്റെ പെട്ടിയാണ്. ഇൻവെർട്ടർ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഓക്കെ. ഇങ്ങനെ ഉരുട്ടി നടത്തുന്ന വേറെ ഏതെങ്കിലും കമ്പനികളുണ്ടോ? ഒരു കമ്പനി മാത്രമുണ്ട്. 2 കമ്പനികൾ പുറത്തിറക്കിയിട്ടുള്ളൂ. ഇത്രയും അടിപൊളിയായിട്ട്. ഇതിപ്പോ നോക്കിയാൽ നല്ല സുഖമായിട്ട് ഏത് കുട്ടികൾക്കും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി നടക്കാറില്ലേ? ബാറ്ററി നിറച്ചിട്ട് അങ്ങനെ തള്ളി മറിച്ച് നടക്കാം. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത വീട്ടില് കറണ്ട് ഇല്ല, അവിടെ ഇൻവെർട്ടറിന് കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം, ഉരുട്ടി കൊണ്ട് വെക്കാൻ പറ്റും. അപ്പൊ വെയിറ്റ് എടുത്ത് ലോഡ് എടുത്ത് ഇടങ്ങാറാണ്ട് ആവശ്യമൊന്നുമില്ല. ഇതിന്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ, ഇതിന്റെ പിന്നെ ഉപയോഗവും കാര്യങ്ങളും ബാറ്ററിയും എന്തൊക്കെയാണ് സെറ്റപ്പ്? മൈക്രോടെക് കമ്പനിയുടെ ഇൻവെർട്ടർ ആണ്. ഓൾ ഇന്ത്യ ബ്രാൻഡഡ് സാധനമാണ്. സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. 3 വർഷത്തെ വാറന്റി ഉണ്ട്. ഇതാണ് ഇതിന്റെ ഇൻവെർട്ടർ സൈഡ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പിന്നെ സജാദെ നമുക്ക് അറിയാലോ, പല വീട്ടിലും ചെല്ലുമ്പോ കോണിക്കൂടിൽ കാണാം ഇൻവെർട്ടറും ബാറ്ററിയും ഓപ്പൺ ആയിട്ട് സ്ഥലമുടക്കായിട്ടുണ്ടാവും, പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഇപ്പൊ കാലം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ ഭംഗിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും മനോഹരമായ ഒരു ഡിസൈൻ ആണ് ഇതിനുള്ളത്. ഇതാണ് ഇതിന്റെ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. സത്യം, ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഒരു AC-യുടെ ഔട്ടർ യൂണിറ്റ് പോലെ തോന്നില്ലേ? അതെ. ചിലപ്പോൾ ഇതിന്റെ ചാർജിങ് സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്? സാധാരണ ഇൻവെർട്ടറിനേക്കാളും ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി ഉള്ളിലാണല്ലോ. ഇപ്പൊ സാധാരണ കോണിക്കൂടുള്ള ഓപ്പൺ ബാറ്ററിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പല ആൾക്കും വെള്ളം ഒഴിക്കാൻ അറിയില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അത് ഓവറായിട്ട് തറയിൽ വീഴും. പിന്നെ ലക്ഷങ്ങളുടെ തറക്ക് എന്ത് ചെയ്യും, കേടുവരും. അത് ഒരിക്കലും നേരാക്കാൻ പറ്റില്ല. ഇതിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേ പോവുള്ളൂ, പുറത്തേക്ക് ഇല്ല. അതുപോലെ തന്നെ ഇൻവെർട്ടറിന്റെ കംപ്ലൈന്റ് കൊണ്ട് പിന്നെ വീട്ടിലെ കറണ്ട് ഒരിക്കലും മിസ്സാവില്ല. ഇൻവെർട്ടർ കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ ടെക്നീഷ്യൻ എത്താൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ബാക്കിൽ ഒരു ബൈപ്പാസ് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കി കൊടുത്താൽ എന്ത് ചെയ്യും, അതെ, ഇൻവെർട്ടർ ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്ട് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ലൈനിൽ ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം ചെയ്യും, പുറത്തേക്ക് വന്നിട്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് ടെക്നോളജികൾ ഉണ്ട് ഈ ഒരു ചെറിയ പെട്ടിലുള്ള. അപ്പൊ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമല്ലോ, ഉരുട്ടി നടക്കുന്ന കറണ്ട് പെട്ടി എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല അല്ലെ? അല്ല, ഇനി ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി, ചാർജിങ് അല്ല, ഇതിന്റെ എത്ര മണിക്കൂർ കറണ്ട് നിൽക്കും? 150 H ബാറ്ററി ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ 150 H ബാറ്ററിന്റെ ഇൻക്ലൂഡർ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പിന്നെ 300 വാട്ട് ലോഡ് കഴിഞ്ഞാൽ 4 മണിക്കൂർ കിട്ടും. അത് 150 വാട്ട് ലോഡ് ഉണ്ടെങ്കിൽ 8 മണിക്കൂർ കിട്ടും. ഇതില് അതിനനുസരിച്ചുള്ള വോട്ടറിലെ ബാറ്ററി കയറ്റാനുള്ള സെറ്റപ്പ് ഉണ്ട്. 150 H കയറ്റാം, 150 കയറ്റാം, 200 വരെ കയറ്റാം. അത് ഏത് കമ്പനിയുടെ ബാറ്ററിയും കയറ്റാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ ചെയ്തു കൊടുക്കണ ഏതൊക്കെ ബ്രാൻഡിന്റെ കമ്പനി? നമ്മളിതിന് മൈക്രോടെക്കിന്റെ ബാറ്ററി ഉണ്ട്. അതിന്റെ ബാറ്ററി ആ കമ്പനിയുടെ ബാറ്ററി വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ അതർ ബാറ്ററി നമ്മള് ഒക്കെ ബ്രാൻഡഡ് ബാറ്ററികളാണ്. ആമറോൺ ഉണ്ട്, എക്സൈഡ് ഉണ്ട്, SF സോണിക് ഉണ്ട്, UTL ഉണ്ട്. എല്ലാ ബ്രാൻഡും നമ്മളെ അവൈലബിൾ ആണ്. ഇത്രയും ബാറ്ററി ഉണ്ട് അല്ലേ? നമുക്ക് മെയിൻ ആയിട്ട് ബാറ്ററി പരിപാടിയാണ്. ബാറ്ററി പിന്നെ എന്താ പറയാ, ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും ഇതിലുണ്ട്. സർവീസിന്റെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ വേറെ സംഭവം, ഇതിന് EMI ഫെസിലിറ്റി ഉണ്ടോ? EMI ഓൾ കേരള EMI ഉണ്ട്. ഓൾ കേരള കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നമ്മളെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. കേരളത്തിൽ എവിടെയും കിട്ടും, എവിടെയാണെങ്കിലും. അതിന്റെ ഇതെങ്ങനെ സംഭവം, സ്റ്റാർട്ടിങ് എങ്ങനെ എമൗണ്ട് വരുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ആദ്യ തവണ 2999. അപ്പൊ ഒരു 3000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഈ ഒരു ഇൻവെർട്ടർ വേണമെങ്കിൽ വെറും 2999 രൂപ മാത്രം ആദ്യം തന്നാൽ മതി. ബാക്കി പലിശ ചെയ്ത് EMI ആയിട്ട് അടച്ചു കൊടുത്താൽ അത് ഓൾ കേരള സർവീസ് കേരള ഉണ്ട്. ഈ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ചെയ്ത് തരും. പിന്നെ സാധനം ഓക്കെ ആണെങ്കിൽ കൊറിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നാട്ടിലെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ഫിറ്റ് ചെയ്യിക്കാം. പിന്നെ 3 വർഷത്തെ വാറന്റി ഇതിനുണ്ട്. ബാറ്ററിക്ക് 5 വർഷം വാറന്റി ഉള്ളതാണ്. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നമ്മളായിട്ട് ബന്ധപ്പെട്ട നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഏറ്റവും വേഗത്തിൽ ടെക്നീഷ്യൻ അവിടെ എത്തിച്ച് സർവീസ് ചെയ്യും. നിങ്ങൾക്ക് സർവീസിന്റെ സെറ്റപ്പ് സർവീസും അപ്പൊ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ അത് കമ്പനിക്കല്ലേ പോവാ? അങ്ങനെയുണ്ട്. കമ്പനി ടെക്നീഷ്യൻ വരും. എന്തെങ്കിലും ബാക്ക് സപ്പോർട്ട് വേണമെങ്കിൽ അവരും നമ്മളെ ഓൺ ബ്രാൻഡ് നമ്മൾ ഇതിന് ഹെൽപ്പ് നല്ല ടെക്നീഷ്യന്മാർ നമ്മുടെ കയ്യിൽ. നമ്മളിതൊരു സാധനം വാങ്ങി കസ്റ്റമർ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. ഇല്ല. കാരണം എറണാകുളത്ത് നമുക്ക് ഷോറൂം ഉണ്ട്. എറണാകുളത്ത് നമ്മൾ തൃശ്ശൂരും ചെയ്യുന്നുണ്ട്, ആലപ്പുഴയും ചെയ്യുന്നുണ്ട്. ഇവിടെ പട്ടാമ്പിയിലുണ്ട്. പട്ടാമ്പി നമ്മൾ മലപ്പുറം ചെയ്യുന്നുണ്ട്, പാലക്കാടും ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂർ ഷോറൂം ഉണ്ട്.
അതുകൊണ്ട് തന്നെ കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോ വേറെ ഇതല്ലാതെ ഇപ്പൊ ഇത് ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻവെർട്ടർ സെറ്റപ്പ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ശരിക്കും ഒരു എന്താ പറയാ എസിന്റെ ഔട്ടർ യൂണിറ്റ് ഇരിക്കുന്ന പോലെ തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. വേറെ എന്തൊക്കെ നിങ്ങളെ സർവീസ് ഉള്ളത്? പിന്നെ നമ്മള് മെയിൻ ആയിട്ട് വാട്ടർ പ്യൂരിഫയർ ആണ്. ഓക്കെ സജാദെ, നമ്മള് കേരളത്തിൽ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് അടുത്തടുത്ത വീടുകൾ വെച്ച് താമസിക്കുന്നവരാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ നിങ്ങൾ അനിയന്റെ വീടുണ്ടാവും, നിങ്ങളുടെ ഏട്ടന്റെ വീടുണ്ടാവും, എല്ലാം ഒരു 10 സെന്റ് സ്ഥലത്തായിരിക്കും. ഇവിടെ തന്നെ ആയിരിക്കും ഈ 3 വീടിന്റെയും ബാത്റൂം ഉണ്ടാവുക, അവിടെ തന്നെ 3 കിണറും ഉണ്ടാവും. ഏതൊരു കിണറിലെ വെള്ളം നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം ഒക്കെ എന്ത് ചെയ്യലുണ്ട് അതിൽ കാണാറുണ്ട്. അതെ. അപ്പൊ ഒരു വാട്ടർ പ്യൂരിഫയർ ഒരു വീട്ടിൽ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് നമ്മൾ ആശുപത്രി കുറെ ക്യാഷ് കൊണ്ട് കൊടുക്കും, ഇതിനൊരു 15,000 ചെലവാക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ആശുപത്രിയിൽ 1.5 ലക്ഷം കൊണ്ട് കൊടുക്കും, അതിന് 10 ചെലവാക്കാൻ മടിയാണ്. ഇതിന്റെ ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ്? അപ്പൊ ഇത് 7 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ ആണ്. RO ഉണ്ട്, UV ഉണ്ട്, UV പ്ലസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ക മിനറൽ വാട്ടർ ആണ്. നല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേ മിനറൽ വാട്ടർ സെറ്റപ്പില് എല്ലാം ഇതിന്റെ ഉള്ളെല്ലാം ഇൻബിൾട്ട് ആയിട്ട് സാധനങ്ങൾ 7 സ്റ്റേജിലൂടെ കയറിയിട്ട് നല്ല പക്ക മിനറൽ ചെയ്ത വെള്ളം നമുക്ക് കുടിക്കാം. ഇതിന് പിന്നെ ഇതിന് EMI ഉണ്ട്, ഓൾ കേരള സർവീസ് ഉണ്ട്. 2,999 രൂപ മാത്രമാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇതിന് ആ റേറ്റ് തന്നെ വരുന്നുള്ളൂ. അതെ അതെ അതെ. ഓക്കെ, കാണാൻ തന്നെ ഒരു പ്രത്യേക വെറൈറ്റിയും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഗ്യാരണ്ടി വാറന്റി കാര്യങ്ങളൊക്കെ എങ്ങനെ? 1 ഇയർ സർവീസ് ഫ്രീ ആണ്. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കിയതാ പറ്റോ. ഇപ്പൊ നമ്മളെ പിന്നെ ഈ ഒരു പറയുമ്പോൾ ഉരുട്ടണ പെട്ടിയിലിടുന്ന ബാറ്ററികളാണ് ഈ കാണുന്നത്. നോക്കി എല്ലാ പിന്നെ ലീഡിങ് ബ്രാൻഡ് എക്സൈഡ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നോക്കി, ഇത് കംപ്ലീറ്റ് ബാറ്ററികളാണ്. അതെ, ഇതൊക്കെ നോക്കട്ടോ. ഇതൊക്കെയാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു മൈക്രോടെക്കിന്റെ പിന്നെ ഇൻവെർട്ടർ സിസ്റ്റം ആണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇതാണ് അവരുടെ ബാറ്ററി വരുന്നത് അല്ലേ, ഓൺ ബ്രാൻഡ് വരുന്നത്. ഓക്കെ, ഇത് അതങ്ങനെ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. മൈക്രോടെക് വേണേ അത് കൊടുക്കും, ആമറോൺ വേണേ അത് കൊടുക്കും, ഓക്കെ. ഒരു മുറി കംപ്ലീറ്റ് ബാറ്ററിയാണ്. പിന്നെ വേറെ നമുക്ക് എന്ത് സർവീസ് ഇല്ല ഇവിടെ? പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റീൽ ടാങ്ക് ഉണ്ട്. ഓക്കെ, അതൊന്ന് കാണാം നമുക്ക്. അപ്പൊ ചെറുപ്പം ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് അല്ലേ? അതെ അതെ, സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക്. പ്ലാസ്റ്റിക് ഒക്കെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെളി പിടിച്ചിട്ടും കറ പിടിച്ചിട്ടും നല്ല ആ വെള്ളം കൊണ്ടാണ് നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. കുടിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ സ്റ്റീൽ ടാങ്ക് ആകുമ്പോൾ ഒരിക്കലും ഇല്ല, കറ പിടിക്കില്ല, വെള്ളം ചൂടാവില്ല. ഇത് മിറർ ടൈപ്പ് ആണ്. ഏത് എത്ര ചൂട് കാലാവസ്ഥയിലും ഈ സ്റ്റീൽ ടാങ്കിലെ വെള്ളം എന്തില്ല, ചൂടാവില്ല. ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡിന്റെ സാധനം. ഉദാഹരണത്തിന് ഇതിൽ കറക്റ്റ് ഡയറക്റ്റ് വെയിൽ അടിക്കുമ്പോഴൊന്നും ചൂടാവില്ല. ഇല്ല, റിഫ്ലക്ട് നിങ്ങൾ കാണാൻ വെള്ളം ഒരിക്കലും ചൂടാവില്ല. പിന്നെ ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അടിയിൽ പിന്നെ വാൾവാ. അത് സാധാ സ്റ്റീൽ ടാങ്കിന്റെ സെറ്റപ്പ് തന്നെയാണ്. ഇത് EMI അവൈലബിൾ ആണ്. ഇത് EMI ഓൾ കേരള ഇവിടെ ഡെലിവറി ഒക്കെ ഫ്രീ ആണ്. ഒക്കെ ഫ്രീ ആണ്. ഓൾ കേരള സർവീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്ലീനിങ് വന്നിട്ട് ഏത് കുട്ടികൾക്കും ചെയ്യാം അല്ലെ? ഏതൊരാൾക്കും ചെയ്യാം. മാത്രമല്ല ഇത് ഫുഡ് ഗ്രേഡ് ആണ്, 304 ആണ്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സയൻസ് പരമായിട്ടും ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഫൈബർ ഇങ്ങനെ ഉരുക്കി വെള്ളത്തിന്റെ നട്ടുച്ചൊക്കെ വെള്ളം കുടിക്കുമ്പോ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ശരിക്കും നമ്മള് വിഷ കൊടുക്കും. എന്നിട്ട് പുറത്തേക്ക് നല്ല അടിപൊളി കോസ്റ്റ്ലി സാധനങ്ങൾ ചെയ്യും. അപ്പൊ ചെറുപ്പം ഇതിന്റെ ഉപയോഗം എന്താണ്? ഞാൻ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു. നിങ്ങൾ വീടുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ക്ലോസറ്റ് ഒക്കെ ബാത്റൂമിന്റെ ക്ലോസറ്റ് ഒക്കെ കാണാൻ കറ പിടിച്ച് കിടക്കുന്നു. അതൊക്കെ വെള്ളം ശുദ്ധീകരിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഹാർഡ് വാട്ടർ പൈപ്പ്, സ്റ്റീലിന്റെ ഒക്കെ പൈപ്പുകളാണ് കറ പിടിച്ച് കിടക്കുന്നത്. അപ്പൊ ഹാർഡ് വാട്ടർ ആണെങ്കിലും ചെളിവെള്ളം ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പക്ക ക്ലീൻ ചെയ്തിട്ട് നല്ല വാട്ടറാക്കി മാറ്റാം. അപ്പൊ ഇതിന്റെ ഉള്ളില് വാട്ടർ നടക്കുകയാണ് ചെയ്യാം. നമ്മള് പിന്നെ വെള്ളം ടെസ്റ്റ് ചെയ്യും. വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിങ്ങനെ കുറ്റി മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണോ നടക്കേണ്ടത് എന്നുള്ളത് ഓരോ വീട്ടിലും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൽ. അപ്പൊ അഥവാ വീടിന്റെ വെള്ളത്തിന്റെ റിസൾട്ടിനനുസരിച്ചാണ് ഇതിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കാം. ചില വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടർ കാരണം ചിലയിടത്ത് പിന്നെ ചെളി, ഈ പാടം ഏരിയയിലൊക്കെ ചെളി അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് EMI അവൈലബിൾ ആണ്. ഇത് EMI കിട്ടും. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മറ്റേ എന്താ പറയാ ഇൻവെർട്ടർ ഇതാണ്. അത് ഓൾ കേരള സർവീസ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് പറയാൻ പറ്റില്ല, എല്ലാം മെയിൻ തന്നെയാണ്. ഇവിടെ എല്ലാ സാധനവും നമ്മൾ എന്ത് ചെയ്യും, ഓൾ കേരള EMI ആയിട്ട് തന്നെ കൊടുക്കും. നോ ഇൻട്രസ്റ്റ്, ഡെലിവറി ചാർജ് ഇല്ല, ചാർജ് ഇല്ല. പിന്നെ വേറൊന്ന് പറയാനുള്ളത് ഓണാണ്. ഓണത്തിന് ഓഫർ ഉണ്ട്. ഓണത്തിന്റെ അടിപൊളി ഓഫർ ഉണ്ട്. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഉണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത 25 പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട് കൊടുക്കുന്നുണ്ട്. അതെ അതെ. സെപ്റ്റംബർ 31 എന്നെ നറുക്കെടുപ്പ് നടക്കും. സെപ്റ്റംബർ 31 ഓണം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ പിന്നെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരെന്തായാലും
താല്പര്യമുള്ളവർ ഇപ്പോൾ ഈ KCB അടക്കുന്നവർക്ക് മഴക്കാലമായതുകൊണ്ട് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. ഏത് ഈ കറണ്ടുമായി ബന്ധപ്പെട്ട് ഒരു മഴ ലൈന് തഞ്ഞാൽ പോണ വിഷയമുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള പിന്നെ ഇൻവേർട്ടർ നിങ്ങൾക്ക് ഞാനൊന്ന് സജസ്റ്റ് ചെയ്യട്ടോ. നോക്കി നല്ല ഭംഗി, എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ സുഹൃത്തുക്കളെ മഴക്കാലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലം മുടക്കോ കാര്യങ്ങളൊന്നും ഇല്ലേ സർഫുക്ക? ഈ ഒരു ഇൻവേർട്ടർ ഉണ്ട് വിചാരിച്ചു കണ്ട് അവിടെ കുറച്ച് സ്ഥലം വൃത്തികേടായി കിടക്കുക, കോണിക്കൂടിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലും വെക്കാം. ഇതിന് ബാറ്ററികളൊക്കെ എന്ത് ചെയ്യും? അത് ഞാൻ ചോദിക്കാം. നമ്മൾ റിട്ടേൺ എടുക്കും, അത് നല്ല റേറ്റ് മൂല്യം കൊടുക്കും, നല്ല എമൗണ്ട് കൊടുക്കും. പഴയ ബാറ്ററിക്ക് ചീപ്പ് റേറ്റ് ഇല്ല, നല്ല അത്യാവശ്യം മാന്യമായ റേറ്റിന് കൊടുക്കും. ഒരു 150 H ബാറ്ററിക്ക് നമുക്ക് 3000 രൂപ വരെ കൊടുക്കാം. എന്നിട്ട് നല്ല അടിപൊളി 200 H വരെ 3000 മുതൽ മേലോട്ടാണ്. നല്ല ബ്രാൻഡഡ് ബാറ്ററി ഫിറ്റ് ചെയ്തും കൊടുക്കാം. അതെ, ബാക്കി ഒരു EMI അടച്ചാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കി ഞാൻ വീണ്ടും പറയണതാ, കേരളത്തിൽ നിന്നല്ല എന്താ പറയാ അത്യാവശ്യം ലീഡിങ് ബ്രാൻഡുകൾ കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മൈക്രോടെക്കിന്റെ ഓൺ ബ്രാൻഡും നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് നിങ്ങൾ കൊടുക്കുക. നമ്മൾ പറഞ്ഞതാണ്. എന്നാലും വിഗാർഡ് ഉണ്ട്, എക്സൈഡ് ഉണ്ട്, SF സോണിക് ഉണ്ട്, പിന്നെ മൈക്രോടെക് ഉണ്ട്, ആമറോൺ ഉണ്ട്. എല്ലാ ലീഡിംഗ് ബ്രാൻഡും നമ്മൾ ലോക്കൽ ബ്രാൻഡ് ഒന്നും ഇല്ല, ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലെ സാധനങ്ങളാണ്. ഓൾ ഇന്ത്യ സർവീസ് കിട്ടുന്ന ഓൾ ഇന്ത്യ ബ്രാൻഡ് മാത്രം ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് 2999 രൂപ സ്റ്റാർട്ടിങ് കൊടുത്താൽ ബാക്കി EMI ആയിട്ട് അടച്ചു കൊടുക്കുകയും ചെയ്യാം. നോ ഇൻട്രസ്റ്റ് ആണ്, നോ ഇൻട്രസ്റ്റ്. പക്ഷെ നമുക്ക് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് പലിശയായിട്ട് നമുക്കൊന്നും വേണ്ട, നോ ഇൻട്രസ്റ്റ് ആണ്, വിത്തൗട്ട് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പൊ ഷർഫുക്ക, ഇത് ഈ ഇൻവെർട്ടറും കറണ്ടുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ടല്ലേ? നിങ്ങൾ വേറെ എന്തെങ്കിലും പിന്നെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? ഇൻഡക്ഷൻ കുക്കർ ഒഴിവാക്കേണ്ട സാഹചര്യം ഇല്ലാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇൻഡക്ഷൻ കുക്കർ എന്നല്ല, നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വാങ്ങി എന്ത് ചെയ്യാം, AC ഒക്കെ നിരന്തരം യൂസ് ചെയ്യാൻ പറ്റിയ സാധനം കാണാം. അപ്പൊ ഷർഫുക്ക, ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് സോളാർ അല്ലേ? ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇൻഡക്ഷൻ ആക്കിയിട്ട് മൂലക്കൊക്കെ വെക്കണ്ട. 5-6 ഉപയോഗിക്കാം, 5-6 ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം. കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. മാത്രമല്ല 78,000 രൂപ ഗവൺമെന്റ് നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് തരും ചെയ്യും. ബാക്കി കുറഞ്ഞ എമൗണ്ട് നിങ്ങൾ ഇതിന്റെ പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നിങ്ങള് സർവീസ് അതേപോലെ തന്നെ ഇതിന്റെ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അദാനിയുടെ ബൈഫേഷ്യൽ പാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യയിൽ തന്നെ. പിന്നെ ടാറ്റയുടെ സ്ട്രക്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല കമ്പനികളും അപ്പോളോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്പോളോക്ക് പോകുന്നില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ കേരളത്തിൽ 637 വർക്ക് നമ്മൾ പൂർത്തീകരിച്ചു, നിലവിൽ ചെയ്തിട്ടുണ്ട്. അല്ല, എത്ര വർഷം പിന്നെ ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം? 25 വർഷമാണ് പാനലിന്റെ വാറന്റി. അതിൽ 12 വർഷമാണ് ഒറിജിനൽ വാറന്റി ഉള്ളത്, ബാക്കി 13 വർഷം പെർഫോമൻസ് വാറന്റി. അപ്പൊ ഒരു ഏകദേശം ഒരു ഇതിനെങ്ങനെ അളവ് എത്രയും ഉണ്ടോ? ഞാൻ എനിക്ക് താല്പര്യമുള്ള കേസ് വേണത്. പിന്നെ 3 കിലോ ഒരു പിന്നെ 4,000-4,500 രൂപക്ക് കറണ്ട് ബില്ല് വരുന്നവര് 3 കിലോ വാട്ടാണ് വെക്കുന്നത്. 3 കിലോ വാട്ടിന് ഇപ്പൊ സബ്സിഡി കഴിച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ചെയ്യാൻ ഓൺ ഓഫറൊക്കെ തീർത്തിട്ട് അവർ തരുന്നത് 1,20,000 രൂപയാണ്. അത്ര കുറഞ്ഞ എമൗണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇത് വെച്ച് പിന്നെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എങ്ങനെ പാറി എന്ത് ഉപയോഗിക്കാം? 3 കിലോ വാട്ട് വെച്ചാൽ 12 യൂണിറ്റ് കറണ്ട് കിട്ടും പെർ ഡേ. ആ 12 യൂണിറ്റ് മാത്രം ഉപയോഗിക്കാം. കൂടുതൽ ഉപയോഗിച്ച ബില്ല് വരും. ശരാശരി ഫാമിലി ഉപയോഗിക്കില്ലല്ലോ. കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ KCB എന്ത് ചെയ്യും, അവിടെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് വർഷമാകുമ്പോൾ ഒരു യൂണിറ്റിന് 3.15 വെച്ച് നമുക്ക് ഇങ്ങോട്ട് വരും. അവർക്ക് KCBക്ക് തിരിച്ച് വലിയൊരു പണി ഇങ്ങോട്ട് പൈസ അങ്ങോട്ട് വാങ്ങാം അല്ലെ? വാങ്ങിയത്. അപ്പൊ ഇതുണ്ട്. അപ്പൊ എന്തായാലും ഇത് കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇതിൽ EMI കിട്ടും. അപ്പൊ EMI ആണ് എല്ലാം. ഈ പിന്നെ എന്താ പറയാ ഇൻവെർട്ടർ EMI ഉണ്ട്, ഇതുണ്ട്, ടാങ്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. 25,000 രൂപ ആദ്യം തന്നാൽ മതി ആണല്ലേ? ബാക്കി 12,500 രൂപ 8 മാസം അടച്ചാൽ മതി. EMI ഇതിനും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പാനലും കാര്യങ്ങളൊക്കെ അതാണ് ബൈഫേഷ്യൽ പാനലാണ്. ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈഫേഷ്യൽ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടും. അപ്പൊ ആയിക്കോട്ടെ, എന്തായാലും പിന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആളുകൾ വിളിക്കുമ്പോ നല്ല അടിപൊളി സർവീസ് തന്നെ കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് പറഞ്ഞിട്ടേ ആൾക്കാർ എന്റെ നേരെ കൊടുക്കും. നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകൾ ധൈര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങളുടെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാം. അതെ അതെ, അത് നമ്മൾ പരിഹരിച്ച് ഞാൻ സർഫുക്കാനോട് നേരിട്ട് പറയുന്നതായിരുന്നു. അപ്പൊ ഇനി വേറെ പറയാനൊന്നുമില്ലല്ലോ. ഇല്ല. ഒന്നായിക്കോട്ടെ. ഓക്കെ, ബൈ.